ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുമായി വ്യവസായി വിജേഷ് പിള്ളയ്ക്ക് സാമ്പത്തിക ഇടപാടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ വിജേഷ് പിള്ളയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. OTT ഇടപാടുകളെക്കുറിച്ച് അറിയാനാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ. ഇടപാടുകളെ സംബന്ധിച്ച രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം കൊടുത്തു ഇ ഡി. വിനീത VG കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് വിജേഷ് പിള്ളയോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 11 മണിക്കുള്ളിൽ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജേഷ് പിള്ളയ്ക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ ഇ ഡി സമൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാനായിരുന്നു ആദ്യഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അന്ന് വിജേഷ് പിള്ള ഹാജരായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് വീണ്ടും സമൻസ് നൽകുകയും ഇന്ന് ഇ ഡി ഓഫീസിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഹൈറിച്ച് കേസിലെ പ്രതികളുമായി വിജേഷ് പിള്ളയ്ക്ക് സാമ്പത്തിക ഇടപാടുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. 40 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് ഈ OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ഇരുവർക്കുമിടയിൽ നടന്നിട്ടുണ്ടെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ ഹാജരാക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വിജേഷ് പിള്ള എത്തുമോ എന്നുള്ള കാര്യം നിശ്ചയമല്ല. ഇന്ന് എന്തായാലും എത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 9:30 ഈ കേസിലെ പ്രധാന പ്രതികളും ഈ ഹൈറിച്ച് സ്ഥാപന ഉടമയുമായ KD പ്രതാപൻ, ഒപ്പം തന്നെ ഭാര്യ ശ്രീന പ്രതാപൻ എന്നിവരോടും ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെയും ഇരുവരെയും മണിക്കൂറുകളോളമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഒപ്പം ഈ കേസിൽ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യലുകളും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിലെ ചില ജീവനക്കാരെ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്യും. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത VG.